ഹായ് കൂട്ടുകാരെ, അജീഷാണ് ഇടുക്കി ചില്ലിസ്. നമ്മളിപ്പോൾ ഉള്ളത് പുളിയമലയാണ് കേട്ടോ. ഈ പുളിയമല എന്താ രണ്ട് വഴി നിങ്ങൾ കാണുന്നില്ലേ? ഇടത്തേക്കുള്ള വഴി കമ്പത്തിനും അതുപോലെ വലത്തേക്കുള്ള വഴി നമ്മുടെ കുമിളിക്കുമാണ് കേട്ടോ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന വഴി നേരെ കമ്പം കട്ടപ്പന റൂട്ടിൽ കൂടെയാണ് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ടപ്പനയിൽ നിന്ന് പുളിയമല കൂടി കമ്പത്തേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ വഴി. ഈ വഴി ഇങ്ങനെ കമ്പംമെട്ടി എന്നിട്ട് നേരെ കമ്പത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഗ്രാമമുണ്ട്, അന്യാർത്തോളു. ആ ഗ്രാമം കാണാൻ വേണ്ടിയാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ യാത്രയും കൊണ്ട് ആരംഭിക്കുക അല്ലേ. എന്താണെങ്കിലും ഏകദേശം ഒരു 8-10 മിനിറ്റും കൊണ്ട് പുളിയമലയിൽ നിന്ന് ഓടി എത്താൻ പറ്റുന്ന ഒരു കിടിലം പ്ലേസാണ് അന്യാത്തോളു എന്ന് പറയുന്ന ഗ്രാമം കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ശരിക്കും വഴി അത്യാവശ്യം ഇടുങ്ങിയ വഴിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ടാറിങ്ങൊക്കെയാണ്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ധാരാളം വീടുകളൊക്കെ കണ്ട് ഏലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു സുന്ദരമായിരിക്കുന്ന യാത്ര. ശരിക്കും കട്ടപ്പനയിൽ നിന്ന് പുളിയമല കൂടി കമ്പംമെട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ വഴി തിരഞ്ഞെടുക്കുന്നതാണ് കുറച്ചും കൂടി ഉചിതം കേട്ടോ. കാരണം എളുപ്പത്തിൽ കമ്പംമെട്ട് എത്താനും പറ്റും, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാനും സാധിക്കും. എന്താണെങ്കിലും യാത്ര അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അങ്ങനെ പുളിയമലയിൽ നിന്നുള്ള യാത്ര നമ്മൾ ഏകദേശം ഒരു 1-2 കിലോമീറ്ററുകളൊക്കെ നമ്മൾ പിന്നിട്ടിട്ടുണ്ട്. അന്യാർത്തോളു എത്താറാകുമ്പോൾ ഇങ്ങനെ കുറേ കടകളും വീടുകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പുളിയമലയിൽ നിന്ന് ഏകദേശം ഒരു 8-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. കാരണം 3.5 കിലോമീറ്റർ യാത്ര മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടുള്ള വഴി. പോകുന്ന വഴിക്ക് ഫുള്ള് ഏലത്തോട്ടം ആയതുകൊണ്ട് വേറെ ഒന്നും നമുക്ക് കാണാനില്ല. ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് കൂടുതലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശരിക്കും കട്ടപ്പന കമ്പം ബസ് സർവീസ് ഉള്ള ഒരു റൂട്ടും കൂടെയാണ് നമ്മൾ ഈ കടന്നു പോകുന്ന വഴി. ഏകദേശം 8-9 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കമ്പംമെട്ട് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ ഇതുവഴി ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അന്യാർത്തോളു ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നേരെ അന്യാർത്തോളു ലക്ഷ്യമാക്കി പോകുന്നത്. ശരിക്കും തമിഴ് വംശജരായിട്ടുള്ള ആളുകളാണ് കൂടുതലും ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ കൂട്ടുകാരെ, കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മളിതേ അന്യാർത്തോളു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ആ മനോഹര ഗ്രാമം. നമ്മൾ ആ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോഴുണ്ടല്ലോ ഈ വഴി രണ്ടായിട്ട് തിരിഞ്ഞു പോവുകയാണ്. നമ്മൾ ആ കാണുന്ന ആലില്ലേ, ആ ആലിൻ്റെ ചോട്ടിൽ നിന്ന് ഇടത്തേക്ക് പോകുന്നത് ബാലഗ്രാമിനും വലത്തേക്ക് പോകുന്നത് കൂട്ടാറ് വഴി നേരെ കമ്പംമെട്ടിനുമാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ. നമ്മളങ്ങനെ പുളിയമലയിൽ നിന്ന് യാത്ര ചെയ്തിട്ട് ഇപ്പോൾ അന്യാർത്തോളു എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയോ, 3 പഞ്ചായത്തുകൾ സംഗമിക്കുന്ന സ്ഥലമാണ്. അതായത് പാമ്പാടുംപാറ, കരുണാപുരം, അതുപോലെ തന്നെ നമ്മുടെ വണ്ണമ്മേട്, അങ്ങനെ 3 പഞ്ചായത്തുകൾ ഒരുമിച്ച് സംഗമിക്കുന്ന സ്ഥലത്താണ് അന്യാർത്തോളു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്രാമത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് കടക്കാം അല്ലേ. കമ്പത്തു നിന്ന് കമ്പംമേട്ട് വഴി കട്ടപ്പനയ്ക്ക് പോകുന്ന ബസ്സാണ് നിങ്ങൾ കാണുന്നത്. പുളിമലയിൽ ചെന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന ബസ് സർവീസാണ് ഇപ്പോൾ കാണുന്നത്. അന്യാർത്തോളു ഗ്രാമത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇവിടെ ഒരു ചെറിയ വെജിറ്റബിൾ കടയുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ ഒരു ചെറിയ ഹോസ്പിറ്റൽ, അതുപോലുള്ള സ്പൈസസിൻ്റെ കേന്ദ്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതിയായ ഒരു ആല് നിൽക്കണുണ്ടോ. ഇപ്പോൾ ആലെല്ലാം ഇല പൊഴിഞ്ഞ് നിൽക്കുവാണ്. ഇല പൊഴിഞ്ഞ് നിന്നിട്ട് ഒരു ഭംഗിയല്ല ഇങ്ങനെ നിൽക്കണ കാണാൻ തന്നെ. അതിൻ്റെ ചുവട്ടിലൊരു കൊച്ചമ്പലമുണ്ട്. ഈ കാണുന്ന വഴി കൂടെ ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബാലഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും. നമ്മൾ ഈ ആലിൻ്റെ സൈഡിൽ കൂടെ താഴോട്ട് കാണുന്ന വഴിയില്ലേ, ഇത് കൂട്ടാറ് കൂടിയിട്ട് കമ്പംമെട്ടിന് പോകാൻ പറ്റും കേട്ടോ. ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ. കേട്ടോ, നന്ദി വണ്ണമേട് ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ തൊട്ട് താഴെ കരുണാപുരം പഞ്ചായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡായിരിക്കും നമ്മുടെ പാമ്പാടുംപാറ, ഈ സൈഡായിരിക്കും കേട്ടോ. ഈ സൈഡായിരിക്കും പാമ്പാടുംപാറ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ ആലിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചെമ്പം കൊണ്ട് കേട്ടോ. ചെമ്പം ഇപ്പോൾ പൂവൊന്നുമില്ല, പൂവുണ്ടല്ലോ കേട്ടോ, നല്ല രസമല്ലേ ഇത്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് ശരിക്കും തമിഴ് വംശജരായിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത്. ഒരു SNDPയുടെ ഓഡിറ്റോറിയമാണ് ഇത് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കടകൾ കാര്യങ്ങളൊക്കെ വരാം. ഇത് ഈ വഴി ഇങ്ങനെ വരുന്ന വഴിയാണ് കൂട്ടാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ശബരിമലയ്ക്ക് ഇവിടുന്ന് 124 കിലോമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട്
അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ ബോർഡ് കണ്ടില്ലേ, ഇനിയിപ്പോൾ കരുണാപുരം പഞ്ചായത്തിൻ്റെ ബോർഡ് കാണണമല്ലോ, അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം 3 പഞ്ചായത്തുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. എന്തൊരു ബ്യൂട്ടിയല്ലേ ഈ ഗ്രാമത്തിന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 10 കിലോമീറ്ററുള്ളൂ കമ്പംമെട്ടിന്. അപ്പം കൂട്ടാറ് വഴിയാണ് കമ്പംമെട്ടിലേക്ക് കടക്കുന്നത് കേട്ടോ. കരുണാപുരം ഗ്രാമപഞ്ചായത്ത്, അത് ISO സർട്ടിഫിക്കറ്റുള്ള ഒരു പഞ്ചായത്താണ് കരുണാപുരം ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ ഒരു സ്വാഗത ബോർഡാണ് കാണുന്നത്. കമ്പംമെട്ട് 8 കിലോമീറ്റർ, ബാലഗ്രാമം 6 കിലോമീറ്റർ. 10 എന്നല്ല 8 എന്നാണ് അവിടെ ബോർഡ് വെച്ചാണ്. അതിനോട് ചേർന്ന് കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ ഏലത്തോട്ടമൊക്കെ ആയതുകൊണ്ട് ഈ ഏലത്തിന് മരുന്നടിക്കുന്ന മോട്ടറുകൾ കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യുന്ന ഒരു കടയും വാളക്കടയൊക്കെ ഉണ്ട്. ഇതാണ് ശരിക്കും കൂട്ടാറ് വഴി കമ്പംമെട്ടിന് പോകുന്ന വഴി. നമ്മൾ ഈ കാണുന്ന വഴിക്കൂടെയാണ് ബാലഗ്രാം പോകുന്നത്. ഏതാണ്ട് 6 കിലോമീറ്ററാണ് ഇതുവഴിയുള്ള ദൂരം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കടകളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ആ ടെമ്പിളിനോട് ചേർന്ന് തന്നെ നമുക്ക് കുറേ നല്ല കടകൾ കാണാൻ പറ്റും. ഈ സ്ഥലത്തും കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്, ഈ പാമ്പാടുംപാറ പഞ്ചായത്ത് ഏതാ? ഇതാണോ റോഡിനിപ്പുറം? ഇത് വണ്ടമേടപ്പുറം, കരുണാപുരം താഴെ അല്ലേ? ആ, അപ്പം ഈ റോഡിന് അപ്പുറം സൈഡുള്ളത് ശരിക്കും വണ്ടമേട് പഞ്ചായത്തും, റോഡിന് ഇപ്പുറമുള്ളത് പാമ്പാടുംപാറ പഞ്ചായത്തിനും, താഴെയുള്ളത് കരുണാപുരം പഞ്ചായത്തും. അങ്ങനെ 3 പഞ്ചായത്തുകൾ ഒരുമിച്ച് കൂടുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് അന്യാർതോട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു ചെറിയ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മേഖലയൊക്കെ നമുക്ക് ധാരാളം കടകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ ഒരു ചെറിയ കുരിശുപള്ളിയുണ്ട്. എന്നാലും ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഏലമേഖല ആയതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് വളർന്നു വന്നിരിക്കുന്ന ഒരു ഗ്രാമമാണ്. അതും തമിഴ്നാടിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ട് ഇവിടെ തോട്ടം തൊഴിലാളികളായിട്ട് വന്ന തലമുറകളുടെ ഒരു 4-5 തലമുറകളുടെയൊക്കെ ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഈ അന്യാർതോട് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം നമുക്ക് ധാരാളം കടകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് റേഷൻ കടയുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് സ്കൂളുകളോ അങ്ങനെ സംഭവങ്ങളൊന്നും ഈ ഗ്രാമത്തിലില്ല. അങ്ങനെ ഞാൻ കുറേ നേരം നടന്നിട്ട് ഈ ബാലഗ്രാം പോകുന്ന വഴിക്കൂടെ കുറച്ച് ദൂരം കൊണ്ട് നടന്നു വന്നു കേട്ടോ. അപ്പോൾ ഇവിടെയെല്ലാം കുഞ്ഞു കുഞ്ഞു കടകൾ, സ്ഥാപനങ്ങളൊക്കെയാണ്. അതോടൊപ്പം തന്നെ വീടുകളുണ്ട്, ചായക്കടകളുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. സെൻറ് തോമസ് ചർച്ച് കാഞ്ഞിരപ്പള്ളി രൂപതയുടെയാണ് അന്യാർതോട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ചർച്ച കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ബോർഡിൻ്റെ പേര് ഇതാണ്. ഈ പള്ളിയുടെ കുരിശുപള്ളിയാണ് തൊട്ടുമേലിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വളക്കടയും അതുപോലെ മറ്റ് മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്ന ഒരു കട നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പഴയത്തെ കാല പ്രതാപത്തോടെ ഇന്ന് നിലനിൽക്കുന്ന ഗ്രാമം. ഇവിടെ കണ്ടോ ഈ ബോർഡുകൾ കണ്ടോ, തമിഴുമുണ്ട് മലയാളമുണ്ട്. അപ്പോൾ അതാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകതകൾ. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാമം ഇങ്ങനെയല്ല കേട്ടോ. ഒരു വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ ഈ തോട്ടം തൊഴിലാളികളെല്ലാം കൊണ്ട് ഇറങ്ങും കേട്ടോ. അവരിങ്ങനെ മൂലക്കിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അതൊരു വേറെ വൈബ് തന്നെ. പക്ഷെ മഴയായാലുണ്ടല്ലോ ഈ മേഖല നിൽക്കാൻ പറ്റത്തില്ല. ഭയങ്കര കൊടും തണുപ്പുള്ള ഒരു പ്രദേശമാണ് ശരിക്കും അന്യാർതോട് എന്ന് പറഞ്ഞ ഈ സ്ഥലം കേട്ടോ. അപ്പം ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ശരിക്കും നമ്മുടെ ഈ ആലാണ്. പക്ഷെ ആല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇലയില്ലാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഈ കൊച്ചു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അങ്ങോട്ട് ബൈൻഡപ്പ് ചെയ്താലോ? അന്യാർതോടുവിൻ്റെ ഈ മനോഹര കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.